ഐസിസിന്റെ ലൈംഗിക അടിമകൾക്കായി പോരാടി ഇറാഖി ഫെമിനിസ്റ്റ് യാനാർ മുഹമ്മദിനെ വെടിവെച്ചു കൊന്നു. അക്രമ ഭീഷണികൾക്കിടയിലും പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്കായി സുരക്ഷിത കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും പുരുഷാധിപത്യ സമൂഹത്തിന്റെ അടിച്ചമർത്തൽ സംവിധാനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്ത വനിതാ അവകാശ പ്രവർത്തകയായിരുന്നു യാനാർ. ഇറാഖിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി നിരന്തരം പോരാടിയ ഫെമിനിസ്റ്റും മനുഷ്യാവകാശ പ്രവർത്തകയുമായ യാനാർ മുഹമ്മദിനെ അജ്ഞാതർ വെടിവെച്ചു കൊന്നു. ബാഗ്ദാദിലെ വീടിന് പുറത്തുവെച്ച് മോട്ടോർ സൈക്കിളിലെത്തിയ 2 അജ്ഞാതരാണ് അവർക്ക് നേരെ നിറയൊഴിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ യാനാർ മുഹമ്മദ് ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചതെന്ന് അവർ സഹസ്ഥാപകയായ ഓർഗനൈസേഷൻ ഓഫ് വിമൻസ് ഫ്രീഡം ഇൻ ഇറാഖ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. യാനാർ മുഹമ്മദിനെതിരെ നിരന്തരം വധഭീഷണികളുണ്ടായിരുന്നു. കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, ആംനസ്റ്റി ഇന്റർനാഷണൽ എന്നീ സംഘടനകൾ ഇറാഖ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കൊലപാതകത്തെക്കുറിച്ച് പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് ഇറാഖ് ആഭ്യന്തരമന്ത്രി അബ്ദുൽ അമീർ അൽ ഷമ്മരി പറഞ്ഞു.